ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രശാന്ത്. അപ്പോൾ നമ്മളെ CSEB പരീക്ഷയ്ക്ക് വന്ന കുറച്ചധികം മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? അതായത് പരീക്ഷയുടെ തീയതി നീട്ടിയതും അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ തീയതി നീട്ടുന്നതും ആയിട്ടുള്ള ഒരുപാട് പുതിയ വിവരങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള പുതിയ വിവരങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ ഫ്രീ ഗ്രൂപ്പ് ഉണ്ട്. CC ബാങ്കിൻ്റെ ഫ്രീ ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ഒരു ഫ്രീ ഗ്രൂപ്പിൽ നിങ്ങൾ ആഡ് ആവുകയാണെങ്കിൽ, നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള CSEBയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുതിയ നോട്ടിഫിക്കേഷൻസ്, അപ് ടു ഡേറ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അറിയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മളെ CSEB എക്സാമിന് ചോദിച്ചിരിക്കുന്ന അക്കൗണ്ടൻസി ഭാഗത്തുള്ള കുറച്ച് PYQ ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ആ ക്വസ്റ്റ്യൻ, അതിൻ്റെ ഉത്തരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദെൻ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ദ പ്രൊസീജിയർ ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ എ ലെഡ്ജർ ഈസ് കോൾഡ്. വളരെ എളുപ്പത്തിലുള്ള ചോദ്യമാണ്. വളരെ എളുപ്പത്തിലുള്ള ചോദ്യം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ചോദ്യം മിക്ക പരീക്ഷയ്ക്ക് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ? മിക്ക പരീക്ഷയും CSEBയുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മിക്ക പരീക്ഷകൾക്കും അവിടെ എന്താണ്, റിപ്പീറ്റ് ആയിട്ട് വരുന്നൊരു ചോദ്യമാണ് ഇത്. സോ ഇവിടെ നോക്കാം, നമുക്ക് എന്താ അവിടെ ചോദിച്ചിരിക്കുന്നത്, ലെഡ്ജറിലേക്കാണ് അല്ലേ? റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻ എ ലെഡ്ജർ, കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട് ലെഡ്ജറിലേക്കാണ് എന്നുള്ള കാര്യം. അപ്പോൾ രണ്ട് തരത്തിലാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യുക, നമ്മൾ സാധാരണഗതിയിൽ റെക്കോർഡ് ചെയ്യപ്പെടുക. ആദ്യമായി റെക്കോർഡ് ചെയ്യപ്പെടുന്ന എവിടേക്കാണ്, ജേർണലിലേക്കാണ്. ആദ്യമായി റെക്കോർഡ് ചെയ്യപ്പെടുന്ന എവിടേക്കാണ്, ജേർണലിലേക്കാണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. പിന്നീടാണ് എങ്ങോട്ടേക്ക് പോകുന്നത്, ലെഡ്ജറിലേക്ക് പോകുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ നമ്മളെ ട്രാൻസാക്ഷൻസ്, അതായത് ഓരോ ദിവസം നടന്ന ഓരോ കാര്യങ്ങളും, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓരോ കാര്യങ്ങളും, അതിനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് പറയാം, നമുക്കറിയാം. അപ്പോൾ ആ കാര്യങ്ങൾ ഇവിടെ രണ്ട് രീതിയിലാണ് എഴുതുക. രണ്ട് രീതി എന്ന് വെച്ചാൽ, ഒന്ന് ഡെബിറ്റ് ആയിട്ടും ഒന്ന് ക്രെഡിറ്റ് ആയിട്ടും ഇവിടെ എഴുതും. ഡെബിറ്റ് ആയിട്ടും ക്രെഡിറ്റ് ആയിട്ടും എന്ത് ചെയ്യും, അവിടെ എഴുതുന്നു അല്ലേ? അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ, ജേർണലൈസിംഗ് എന്നാണ് നമ്മൾ വിളിക്കുക അല്ലേ? ജേർണലൈസിംഗ് എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, അത് കഴിഞ്ഞു. പിന്നീട് ലെഡ്ജറിന്റെ ഉപയോഗം എന്താ? ലെഡ്ജറിൽ നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്, ഇവിടെ നമ്മൾ ഓരോന്നരും, ഇവിടെ നമുക്ക് സാലറി അക്കൗണ്ട് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവാം, അതുപോലെ കമ്മീഷൻ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഇങ്ങനെ ഓരോരോ എൻട്രികൾ, ഓരോ ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇവയ്ക്കൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോ അക്കൗണ്ടാണ് നമ്മൾ എവിടെ ക്രിയേറ്റ് ചെയ്യാം, ലെഡ്ജറിൽ ക്രിയേറ്റ് ചെയ്യാം. ഇവയ്ക്കൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ആ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യുന്നു, അവിടെ എഴുതി വെക്കുന്നു അല്ലേ? അവിടെ എഴുതി വെക്കുന്നു. അതിനാണ് നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ജേർണലിൽ നിന്നും ആണ് ഇങ്ങോട്ടേക്ക് നമ്മൾ മാറ്റുക, ലെഡ്ജറിലേക്ക് മാറ്റുക. അതായത് ജേർണലിൽ നിന്നാണ് നമ്മൾ ട്രാൻസാക്ഷൻസിനെ എങ്ങോട്ടേക്ക് മാറ്റുക, നമ്മൾ ലെഡ്ജറിലോട്ട് മാറ്റുക അല്ലേ? സോ അങ്ങനെ ജേർണലിൽ നിന്നും ലെഡ്ജറിലേക്ക് ട്രാൻസാക്ഷൻസിനെ മാറ്റുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, പോസ്റ്റിംഗ്. എന്താണ് നമ്മൾ വിളിക്കുക, പോസ്റ്റിംഗ് എന്നാണ് വിളിക്കുക അല്ലേ? ഏതാണ്, പോസ്റ്റിംഗ് എന്നാണ് ഇതിന്റെ പേര്. സോ ഏതാണ് നോക്കൂ ആൻസർ. യെസ്, പോസ്റ്റിംഗ് ഈസ് ദി പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് എൻട്രീസ് ഫ്രം ദി ജേർണൽ ടു ദി ലെഡ്ജർ അക്കൗണ്ട് അല്ലേ? അതായത് ജേർണലിൽ നിന്നും ലെഡ്ജർ അക്കൗണ്ടിലേക്ക് നമ്മൾ എൻട്രീസിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ്, ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്, പോസ്റ്റിംഗ് എന്നത്. ഓക്കെ, ശരി, അടുത്ത ചോദ്യം നോക്കാം. എ മേജർ സോഴ്സ് ഓഫ് ഇൻകം ഫോർ എ നോൺ ട്രേഡിംഗ് കമ്പനി. അതായത് നോൺ ട്രേഡിംഗ് കമ്പനിയുടെ ഒരു മേജർ സോഴ്സ് ഓഫ് ഇൻകം എന്താണെന്നാണ് ചോദ്യം. നോക്കൂ, സെയിൽ ഓഫ് പ്രോപ്പർട്ടീസ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, സബ്സ്ക്രിപ്ഷൻ, ഇൻട്രസ്റ്റ് ഏൺഡ്. അപ്പോൾ ഇവിടെ ഒരൊറ്റ നോട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. എന്താ ചോദിച്ചിരിക്കുന്നത്, നോൺ ട്രേഡിംഗ് കമ്പനിയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? രണ്ട് തരത്തിലുള്ള കമ്പനിയെ പറ്റി നമ്മൾ പഠിക്കാറുണ്ട്. എന്താണ്, ഒന്ന് പ്രോഫിറ്റ് കൺസേണും പിന്നെ നോട്ട് ഫോർ പ്രോഫിറ്റ് കൺസേൺ, രണ്ടെണ്ണം നമ്മൾ പഠിക്കാറുണ്ട്. നമ്മൾ ഒരു ബിസിനസ് ചെയ്യുന്നതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഒരു ആവശ്യം എന്താണ്, അവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് തന്നെയാണ് അല്ലേ? അവിടെ പ്രോഫിറ്റ് മോട്ടീവ് തന്നെയാണ് ഏറ്റവും ആത്യന്തികമായിട്ട് അതിൻ്റെ ലക്ഷ്യം. എന്നാൽ ചില തരത്തിലുള്ള ബിസിനസ് അതിന് പ്രോഫിറ്റ് നേടുക എന്നതിലല്ല, മറിച്ച് സർവീസ് ടു ദ സൊസൈറ്റിയാണ്. സർവീസ് ടു ദി സൊസൈറ്റിയാണ് എന്ത്, നമ്മളൊരു മോട്ടോ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും, മോട്ടോ. അങ്ങനെയുള്ള കൺസേണിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫേമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നോൺ ട്രേഡിംഗ് കമ്പനി എന്നൊക്കെ നമ്മൾ വിളിക്കാം.
അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് നേടുക എന്നും അവിടെ പ്രോഫിറ്റ് അല്ല സർവീസ് കൊടുക്കുക എന്നാണ് ഉള്ളത്. അപ്പോൾ വലിയൊരു വ്യത്യാസം അവിടെ ഉണ്ട്. കാരണം എന്താ, നമുക്കിവിടെ പ്രോഫിറ്റ് നേടുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നമ്മൾ ചിന്തിക്കുന്ന നമ്മൾ സെയിൽ ഉണ്ടാക്കുക അല്ലേ, അതായത് സാധനങ്ങൾ വിറ്റ് അതിൽ നിന്നും എന്ത് ചെയ്യുക, നമുക്ക് മാക്സിമം നമ്മൾ ഏർണിങ്സ് ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യമാണ് അവിടെ ഉണ്ടാവുക. പക്ഷേ ഇവിടെ അതല്ല, നമ്മളെ സൊസൈറ്റിക്ക് വേണ്ടി സർവീസുകൾ കൊടുക്കുക എന്ന് മാത്രമേ അവിടെ ലക്ഷ്യമുള്ളൂ. അപ്പോൾ വലിയൊരു ഗ്യാപ്പ് ഉണ്ട് എന്ത്, നമ്മളെ പ്രോഫിറ്റ് കൺസേണും നോട്ട് ഫോർ പ്രോഫിറ്റ് കൺസേണും തമ്മിൽ വലിയൊരു അന്തരം അവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്കറിയാം പ്രോഫിറ്റ് കൺസേണിന് കിട്ടുന്ന ഇൻകം, സോഴ്സ് ഓഫ് ഇൻകം എന്താ, സെയിലിൽ നിന്ന് കിട്ടും അല്ലേ. പ്രധാനമായിട്ടും എന്താണ്, സെയിലിൽ നിന്ന് കിട്ടുന്ന ഇൻകം തന്നെയാണ് അതിനെ പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്. പിന്നെ എന്തെങ്കിലും ലാബിലിറ്റീസ് ഒക്കെ അസറ്റുകളൊക്കെ വിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കിട്ടും അല്ലേ. അങ്ങനെയുള്ള ഒരുപാട് ഇൻകം, സോഴ്സ് ഓഫ് ഇൻകം അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് സംശയമുണ്ട്, അവിടെ നോട്ട് ഫോർ പ്രോഫിറ്റ് കൺസേൺ ആകുമ്പോൾ അവർ പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ അവിടെ എന്തൊക്കെയായിരിക്കും അവർക്ക് കിട്ടുന്ന ഇൻകം? അവർക്ക് കിട്ടുന്ന ഒന്നാമത്തെ ഇൻകത്തിന്റെ പേരെന്താണ്, മെമ്പർഷിപ്പ് ഫീ. മെമ്പർഷിപ്പ് ഫീ. അപ്പോൾ ഈ നോട്ട് ഫോർ പ്രോഫിറ്റ് കൺസേണിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ എന്താ പറയുക, എക്സാമ്പിൾ ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് കൺസേൺ എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ പറയുക, നമ്മുടെ നാട്ടിലെ ക്ലബ്ബുകൾ, മറിച്ച് ഏതെങ്കിലും സൊസൈറ്റി, അതായത് ചില സൊസൈറ്റീസ്, ക്ലബ്ബ് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുക, പ്രധാനമായിട്ടും പറയാൻ വേണ്ടി പറ്റുക. അപ്പോൾ അവർക്ക് കിട്ടുന്ന സോഴ്സ് ഓഫ് ഇൻകം ഒന്നാമത്തെ മെമ്പർഷിപ്പ് ഫീ ആണ്. പിന്നെയോ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ചില എന്താണ്, അവർക്ക് കിട്ടുന്ന ചില സഹായങ്ങൾ അല്ലെ, ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് അവർക്ക് കിട്ടുന്ന എന്ത് ചെയ്യുന്നുണ്ട്, സഹായങ്ങൾ. പിന്നീട് അടുത്തതാണ് എന്ത്, സബ്സ്ക്രിപ്ഷൻ, വരിസംഖ്യ അല്ലെ. ഇതൊക്കെയാണ് അവർക്ക് പ്രധാനമായിട്ടും കിട്ടുന്ന ഇൻകം. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഏതാണ് ആൻസർ ആയിട്ട് വരിക, സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരിക, സബ്സ്ക്രിപ്ഷൻ അല്ലേ. ഏതാണ്, സബ്സ്ക്രിപ്ഷൻ ആണ് നമ്മുടെ നമുക്ക് എന്ത് വരിക, ആൻസർ ആയിട്ട് വരിക അല്ലേ. ഓക്കെ, ശരി. അടുത്ത എ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ഫോർ ദി ഫ്യൂച്ചർ പീരീഡ്, ഫോർകാസ്റ്റ്, ബജറ്റ്, കോർപ്പറേറ്റ് പ്ലാൻ ആൻഡ് ട്രെൻഡ് അനാലിസിസ്. ഏതായിരിക്കാം? ഇവിടെ പ്രത്യേകമായിട്ട് അവിടെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ എന്തുണ്ടാവില്ല, ഡൗട്ട് ഉണ്ടാവില്ല നമുക്ക്. ക്വാണ്ടിറ്റേറ്റീവ് എന്നാണ് പറഞ്ഞിട്ടുണ്ട് അല്ലേ, അതായത് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം. അതായത് എന്തൊക്കെ നമ്മൾ ചെയ്യണം, എത്രത്തോളം സെയിൽ ഉണ്ടാക്കണം, ആ സെയിൽ ഉണ്ടാക്കാൻ എന്താണ് ചെയ്യണത്, അതെങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും. സോ അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിലേക്ക് ക്വാണ്ടിറ്റേറ്റീവ് പരമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, ബജറ്റ് അല്ലേ. ഏതാണ്, ബജറ്റ്. നോക്കൂ, എ ബജറ്റ് ഈസ് എ ന്യൂമറിക്കൽ പ്ലാൻ പ്രിപ്പയർഡ് ഫോർ എ ഫ്യൂച്ചർ പീരീഡ് എക്സ്പ്രസിങ് എക്സ്പെക്റ്റഡ് ഇൻകം, എക്സ്പെൻഡിച്ചർ ആൻഡ് അതർ ഫിനാൻഷ്യൽ ആക്ടിവിറ്റി അല്ലേ. അതായത് ഫ്യൂച്ചറിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ചെക്ക് ചെയ്യാണ് എന്തൊക്കെ, എത്രത്തോളം നമുക്ക് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, അതിൽ എത്രത്തോളം എക്സ്പെൻഡിച്ചർ ഉണ്ട്, നമ്മുടെ അതർ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാണ് എന്തിലൂടെ ചെയ്യുന്നത്, ബജറ്റിലൂടെ ചെയ്യുന്നത് അല്ലേ. സോ അതാണ് ആൻസർ വരിക, ബജറ്റാണ് ആൻസർ വരിക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ടൂൾ ഫോർ ഇവാലുവേറ്റിംഗ് ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽസ് ആൻഡ് അറൈവിംഗ് അറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ഏതായിരിക്കാം? കോർപ്പറേറ്റ് പ്ലാന്, ക്യാപിറ്റൽ ബജറ്റിംഗ്, CVP അനാലിസിസ്, റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇവാലുവേറ്റിംഗ്. എന്താ ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽ. കുറച്ചധികം ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽ നമ്മളെ കയ്യിലുണ്ടാവുകയാണ്. അതിനകത്ത് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ട്? കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഒരു ടൂളിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദ്യം അല്ലേ. നമുക്കറിയാം അവിടെ കോർപ്പറേറ്റ് പ്ലാൻ ആണോ, ക്യാപിറ്റൽ ബജറ്റിംഗ് ആണോ, CVP അനാലിസിസ് ആണോ, റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് ആണോ, ഏതാ വരിക? യെസ്, ഏതാണ്? ക്യാപിറ്റൽ ബജറ്റിംഗ് ആണ് ആൻസർ ആയിട്ട് വരിക അല്ലേ. യെസ്, അതിൽ എന്തൊക്കെയാണ് അവിടെ പ്രധാനമായിട്ടുള്ളത് നോക്കിയേ. Capital budgeting is used to evaluate long-term investment project using technique like NVP, IRR, payback period അല്ലേ. ഇവിടെ ക്യാപിറ്റൽ ബജറ്റിംഗ് പ്രധാനമായിട്ടും എന്താണ്? അവിടെ ലോങ് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്റ്റിനെ അനാലിസിസ് ചെയ്യാണ് അല്ലെ, ഇവാലുവേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. ഏതൊക്കെ ടൂളാണ് പ്രധാനമായിട്ടുള്ള? NPV, നെറ്റ് പ്രസന്റ് വാല്യൂ, IRR, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ, ദെൻ പേ ബാക്ക് പീരീഡ് അല്ലെ. ഇത്തരത്തിലുള്ള മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മളെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് പ്രൊജക്റ്റുകളെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ക്യാപിറ്റൽ ബജറ്റിംഗ്. ഓക്കെ, അടുത്തത് ദി പെർസെൻറ്റേജ് ഓഫ് ഐറ്റം ഓഫ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ഇൻ ടോട്ടൽ അസറ്റ് ആൻഡ് ലാബിലിറ്റി ആർ അനലൈസ്ഡ് ഇൻ. ഇതാണ് ചോദ്യം. കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ്, കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ്, കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ആൻഡ് കോമൺ സൈസ് ബാലൻസ് ഷീറ്റ്. ഇവിടെ എന്താ? എ പെർസെൻറ്റേജ് ഓഫ് ഐറ്റം ഓഫ് അസറ്റ് ആൻഡ് ലാബിലിറ്റി, ഒരു പെർസെൻറ്റേജ് ആയിട്ടുള്ള asset or liability in
ടോട്ടൽ അസറ്റ് ആൻഡ് ലാബിലിറ്റി, അതായത് ടോട്ടൽ അസറ്റ് ആൻഡ് ലാബിലിറ്റിയിൽ നിന്നും ഇത്ര പെർസെൻറ്റേജ് ഓഫ് അസറ്റ് ആൻഡ് ലാബിലിറ്റീസ് എന്ന് വിളിക്കുന്നതിനെ, അതാണല്ലോ അവിടെ ചോദ്യം. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റിൽ അത് അനലൈസ് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് ചോദ്യം അല്ലേ. മറ്റൊന്നുമല്ല, ഏതാണ്? കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് അല്ലേ. നോക്കിയേ, ദി കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് ഈച്ച് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് എക്സ്പ്രസ്ഡ് ആസ് പെർ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ അസറ്റ് അല്ലേ. അതായത് ടോട്ടൽ എന്ന് പറയുമ്പോൾ 100%, 100%ത്തിൽ ഇത്ര എന്ന രീതിയിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കോമൺ സൈസ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, സെറ്റ് ഓഫ് ജേണൽ എൻട്രീസ് recorded at the end of the accounting period that are made on an accurate basis of accounting. ഇതായിരിക്കാം. ഇത് എവിടെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? 2-3 കാര്യം നോക്കാം. ഈ ചോദ്യത്തിന് നമുക്കൊന്ന് ചിന്തിക്കാം. നോക്കിയേ, ഇതെന്താണ്? ഒരു സെറ്റ് ഓഫ് ജേണൽ എൻട്രീസ് ആണ്. എന്താണ്? ഒരു സെറ്റ് ഓഫ് ജേണൽ എൻട്രീസ് ആണ്. എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുക? എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് പീരീഡ്. അക്കൗണ്ടിങ് പീരീഡിൽ എൻഡിൽ. എന്തിനു വേണ്ടിയിട്ട്? മെയ്ഡ് ഓൺ ദി ആക്യുറൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് അല്ലെ. ആക്യുറൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരെന്താ? ബാലൻസിങ് എൻട്രി, ക്ലോസിംഗ് എൻട്രി, അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ആൻഡ് റിവേഴ്സ് എൻട്രി. ഏതാ വരിക? യെസ്, അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ആണ്. എങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി വരുന്നത് നോക്കിയേ. അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ആർ പാസ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് പീരീഡ്. എപ്പോഴാണ്? നമ്മൾ അക്കൗണ്ടിങ് പീരീഡ് എൻഡിലാണ് എന്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുക? അഡ്ജസ്റ്റിംഗ് എൻട്രീസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. നോക്കിയ അടുത്ത്, ടു റെക്കഗ്നൈസ് ആക്യുറേറ്റ് പ്രീപെയ്ഡ് ഔട്ട്സ്റ്റാൻഡിങ് ആൻഡ് അതർ അഡ്ജസ്റ്റ്മെന്റ് അണ്ടർ ദി ആക്യുറൽ ബാലൻസ് അല്ലേ. നമുക്കുണ്ടാകുന്ന ആക്യുറൽ ബേസിസിന്റെ മുകളിൽ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ബാലൻസിൽ അവിടെ എന്തൊക്കെ മാറ്റം ഉണ്ടോ, ഏതൊക്കെയാ പ്രധാനമായിട്ട് മാറ്റം? അക്രൂഡ് ആയിട്ടുള്ള മാറ്റങ്ങൾ, അക്രൂഡ് ഇൻകം തുടങ്ങിയ കാര്യങ്ങൾ. പിന്നീടോ പ്രീപെയ്ഡ് എക്സ്പെൻസ് തുടങ്ങിയ കാര്യങ്ങൾ. പിന്നീട് ഔട്ട്സ്റ്റാൻഡിങ് തുടങ്ങിയ കാര്യങ്ങൾ. പിന്നീട് അതർ അഡ്ജസ്റ്റ്മെന്റ് അല്ലെ, പിന്നീട് ഉണ്ടാകുന്ന അഡ്ജസ്റ്റ്മെന്റ്. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു അക്കൗണ്ടിങ് പീരീഡിന്റെ എൻഡിൽ കൃത്യമായി ചെക്ക് ചെയ്തുകൊണ്ട് അവിടെ ആക്യുറേറ്റ് ആക്കാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അവിടെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് പ്രിപ്പയർ ചെയ്ത് ആക്യുറേറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? പ്രധാനമായിട്ടും അഡ്ജസ്റ്റ്മെന്റ് എൻട്രി പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. നമുക്കറിയാം നമ്മളെ CSEB-യുടെ നോട്ടിഫിക്കേഷൻ എത്തിയിട്ടുണ്ട്. നമുക്ക് CSEB എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ CC ബാങ്കിൽ ഒരു 3 month ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 3 month ബാച്ചിൽ പ്രധാനമായിട്ടും സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ, മോഡൽ എക്സാമുകൾ, ലൈവ് സെഷൻ, അതായത് എല്ലാ സബ്ജക്റ്റിനും ലൈവ് സെഷൻ, കൂടാതെ സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാം, ഡെയിലി എക്സാം, ഇങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയാണ് നമ്മളെ പുതിയ 3 month ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കറക്റ്റായിട്ട് ഒരു മാർഗ്ഗനിർദ്ദേശം കൊടുക്കാൻ സാധിക്കുന്ന തരത്തിലാണ് നമ്മളെ പുതിയ ബാച്ച്. അപ്പോൾ ഈ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നമ്മളെ ബോർഡ് നമ്പറായ 89 21 44 05 80 എന്നീ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുക്കാം. ആ ഗൂഗിൾ ഫോം ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഞങ്ങളെ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇന്ന് പ്രധാനമായിട്ടും പറയാനുള്ളത്. വരുന്ന ദിവസം നമ്മൾ കൂടുതലായിട്ട് PYQസുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇവിടെ നിർത്തുകയാണ്. നമ്മളെ ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മളെ ഫ്രീ ഗ്രൂപ്പിൻ്റെ കാര്യങ്ങൾ കൂടി ഒന്ന് പറയാം. നമ്മളെ ഫ്രീ ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. നമ്മളെ CSEB എക്സാമായിട്ട് ബന്ധപ്പെട്ട പുതിയ ന്യൂസുകളും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ വളരെ ഹെൽപ്പിംഗ് ആണ് നമ്മളെ ഫ്രീ ഗ്രൂപ്പ്. അപ്പോൾ ഫ്രീ ഗ്രൂപ്പിന് ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.